വൺ ടൈം വാച്ചബിൾ. കുഴപ്പമില്ല കണ്ടിരിക്കുക. ഇപ്പോൾ ആക്ടിങ് ഒക്കെ കുറച്ചേ വരുന്നുള്ളൂ. എൻഗേജിങ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ ഇങ്ങനെ ത്രൂ ആയിട്ട് കുഴപ്പമില്ല. ബേബികൾ കൊള്ളാം. നല്ലൊരു ത്രില്ലിംഗ് മൂവിയാണ്. ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നീമ്പോളിയും കൊള്ളാം. മറ്റേ പയ്യ ഉണ്ടല്ലോ സംഗീതം നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു മേക്കിംഗ് ആയിരുന്നു. നല്ല രസമുണ്ട് പടം. നല്ല ആദ്യം പോലെ ഫസ്റ്റ് ഹാഫ് ഇത്തിരി സ്ലോ ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫുള്ള് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. നല്ല കണ്ടന്റ് ആയിരുന്നു. നല്ല കഥയായിരുന്നു. നിവിൻ സൂപ്പറാ. പുള്ളിയുടെ അടിപൊളി കംബാക്ക് മൂവി തന്നെയാണ്. നിവിൻ പോളി നല്ല അഭിനയമാണ്. സ്റ്റോറി കൊള്ളാം. പുതുമയുള്ള സ്റ്റോറിയാണ്. ഇങ്ങനെ മലയാളത്തിൽ ഒരു സ്റ്റോറി ഇങ്ങനെ വന്നിട്ടില്ല. മൊത്തത്തിൽ ഒരു ആവറേജ് പടമെന്ന് പറയാമോ? അത്ര സൂപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. ആവറേജ്. വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ പോയതായിരുന്നു. അത് അധികം പ്രൊമോഷൻസും ഒന്നും ഇല്ലായിരുന്നില്ല. പക്ഷേ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു സ്റ്റോറി ആയിട്ട് തോന്നി. ലിജോമോളുടെ ആക്ടിങ്ങും നല്ല രസമുണ്ടായിരുന്നു. അതെ, ഒരു നല്ല രീതിക്കുണ്ട്. ചില സമയത്തൊക്കെ ഒരു ചില സമയങ്ങളിൽ ഒരു സീറ്റ് തരുന്ന രീതിക്കുള്ള ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിവിൻ പോളി നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നിവിൻ പോളി ഒരുപാട് പെർഫോം ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് അവിടെ പെർഫോം ചെയ്തത് മുഴുവൻ ലിജോമോളായിരുന്നു. എനിക്ക് ലിജോമോളെയാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ സംഗീതം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. ഒരു ഡിഫറെന്റ് മൂവിയാ. നല്ല മൂവിയാ. എല്ലാവരും കാണണം. യെസ്, കാണാൻ പറ്റും. നൈസ് പെർഫോമൻസ്. വൺ ടൈം വാച്ചബിളാണ്. പക്ഷേ തിയേറ്ററിൽ എൻഗേജ് ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. അഭിനയം സംഗീതമായിരുന്നു കൊള്ളായിരുന്നു. സംഗീതം നിവിൻ പോളി കൊള്ളാൻ കുറച്ചും കൂടെ മേലെ ഇരിക്കുന്ന സംഗീതമാണ്. യെസ്, ആക്ച്വലി ബേബി ഗേൾ ഒരു സിമ്പിൾ ത്രില്ലറാണ്. കണ്ടിരിക്കാവുന്ന മോശങ്ങളൊന്നും ഇല്ലാത്ത. ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ഇല്ലെങ്കിൽ തന്നെ സീറ്റ് ഓഫ് ദ എഡ്ജ് അല്ലെങ്കിലും നല്ലൊരു ത്രില്ലർ മൂവിയാണ്. കണ്ടിരിക്കും. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലായിരുന്നു. നിവിൻ പോളി, ലിജോമോൾ, സംഗീത് പ്രതാപ് ഓൾ ഹാവ് ഡൺ ദെയർ പാർട്ട് വെൽ. ദാറ്റ്സ് ഇറ്റ്. ഒരു എന്താ പറയുക, ഫാമിലിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ പടം. അത് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. വിഷ്വലിയൊക്കെ കൊള്ളാം. ഇച്ചിരി ഒന്ന് വലിച്ചു നീട്ടിയതുപോലെ തോന്നിയെങ്കിലും കൊള്ളാം.